നമസ്കാരം, ഞാൻ അഖിൽ. ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിസൈൻ മേഖലയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കാര്യമാണ്. ഞാൻ ഈ പറയാൻ വന്ന കാര്യം എൻ്റെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് തിയറിയും ഉണ്ട്, ചെറിയ ചെറിയ തിയറീസൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് ഡിസൈനെ പറ്റിയിട്ട് തന്നെയാണ്. പല ആൾക്കാരും ഡിസൈൻ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനറാണോ എന്നാണ് ചോദിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനിലേക്കാണോ നീ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, ലോഗോ ഡിസൈൻ ചെയ്യുക, അതൊക്കെ വലിയ സംഭവം തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും പലരും കരുതുന്നത് അത് മാത്രമേ ഉള്ളൂ ഡിസൈൻ എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അതല്ല. ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മേഖലകളുള്ളൊരു സംഭവം തന്നെയാണ്. അതിലൊന്ന് ഗ്രാഫിക് ഡിസൈനിങ് നമുക്കെടുക്കാം. പിന്നെ UX ഡിസൈനേഴ്സ് ഉണ്ട്, UI ഡിസൈനേഴ്സ് ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, പിന്നെന്താണ് വെബ് ഡിസൈനേഴ്സ് ഉണ്ട്, ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഡിസൈനിനകത്ത് വരുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഒരുപാട് മേഖല ഇങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ. ഗെയിം ഡിസൈനേഴ്സ്, അത് ഞാൻ പറഞ്ഞാൽ തോന്നുന്നു. ഓക്കെ, അപ്പം പക്ഷേ ഞാനീ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസൈനർ എന്നുള്ള നിലയിലാണ്. അതായത് ഒരു പർട്ടിക്കുലർ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയില്ല. ഒരു ഡിസൈനർ ആകാൻ അല്ലെങ്കിൽ ഡിസൈനർ ആവുന്ന ഒരാൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത്. ഫസ്റ്റ്ലി, ഡിസൈൻ എന്ന് പറയുന്നത് അതത്ര സിമ്പിളായിട്ടൊരു സംഭവമല്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്നൊരു സംഭവമാണ്. അത് ഒരു പ്രോസസ്സ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മളവിടെ കിട്ടുകയുള്ളൂ. ആ പ്രോസസ്സ് എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരാൾ വന്ന് പറയുകയാണ്, ചേട്ടാ എനിക്കൊരു ചെയർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ചെയർ, ഓക്കെ, ആ ചെയർ നമ്മളാദ്യം എന്ത് ചെയ്യും? നമ്മളതൊരു തടി എടുക്കുന്നു, അത് കട്ട് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഇരിക്കാനുള്ള ഭാഗം സെറ്റ് ചെയ്യുന്നു, മറ്റേ ബാക്കിലത്തെ ആ ഒരു ചാരാനുള്ള ഭാഗം നമ്മൾ സെറ്റ് ചെയ്യുന്നു, അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇത് വാങ്ങി ഓക്കെ ആടാ മോനെ, അപ്പോൾ വിളിക്കും, ആ മോനെ ആടാ സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ വാ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വന്നിരിക്കുന്നു. അപ്പം അയാൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഇതാവാം, ചേട്ടാ ഇതൊരു സുഖമില്ലല്ലോ ചേട്ടാ, ഇത് ചാരുമ്പോൾ ഭയങ്കര വേദന എടുക്കുന്നു, നല്ല വേദന എടുക്കുന്നു. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടിട്ടായിരിക്കും പറയുന്നത്, ചേട്ടാ ഇത് ഭയങ്കര വിഷയമാകുന്നില്ല ചേട്ടാ, ഇരിക്കാൻ പറ്റുന്നില്ല, എന്ത് ഡിസൈനാണ് ചേട്ടാ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഡിസൈൻ ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ചെയർ എടുക്കുക. ചെയറല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ആദ്യം അറിയണം. കാരണം ഏതായാലും നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനോട് ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് പറയും, എനിക്ക് ഇരിക്കുമ്പോൾ നല്ല സുഖം വരണം, ഓക്കെ, എൻ്റെ ചാരുമ്പോൾ കുറച്ചുകൂടെ നല്ല വീതിയിൽ ചാരാൻ പറ്റണം, പിന്നെ ഇത് വീട്ടിൽ ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാർ യൂസ് ചെയ്യും, കുട്ടികൾ യൂസ് ചെയ്യും. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ചെയർ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ചെയറിൽ ഇപ്പോൾ നാളെ അവരുടെ അമ്മൂമ്മ വന്നിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ അമ്മൂമ്മ വന്നിരിക്കാം, അമ്മ വന്നിരിക്കാം, അച്ഛൻ വന്നിരിക്കാം, ചിലപ്പോൾ അയാളുടെ മോള് വന്നിരിക്കാം, അല്ലെങ്കിൽ മോൻ വന്നിരിക്കാം. ഇവർക്കെല്ലാം കൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് റീസർച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയേണ്ട പോകുന്നത്. അപ്പം ഇതൊരു എക്സാമ്പിളാണ്. ഞാനിതൊരു എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഡിസൈനർ എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമല്ല. ഈ ചെയർ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് പല ഡിസൈൻ, അതായത് ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ആപ്പ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ഇപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഹാൻസ് എടുക്കും, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എടുക്കും. അതെടുത്തിട്ട് ഞാനത് നോക്കും, ആ ഡിസൈൻ കൊള്ളാം, ഇവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഓക്കെ, ഞാനിത് തന്നെ കോപ്പി ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആദ്യകാലങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, എന്നുവെച്ചാൽ കോപ്പി വരാതിരിക്കും, കോപ്പി അടിക്കാതിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതല്ല ഡിസൈൻ. കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു PG ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് തന്നെ എടുക്കാം.
എന്താണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, ഇപ്പം ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഒരു കടയുടെ പോസ്റ്ററാണെന്ന് കരുതുക. അവർ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കടയ്ക്ക് ഒരു പോസ്റ്റർ വേണം. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യും, നല്ല ഹൈ കളറൊക്കെ വെച്ചിട്ട്, നല്ല റെഡ് കളറൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ മേടിച്ച ഓഫറുണ്ട് എന്നൊക്കെ കുറച്ച് കണ്ടൻറ്റൊക്കെ കൊടുത്തിട്ട്, ഇത് ഇന്ന ഓഫർ ഇതാണ്, ഇത് നല്ല ഫോണാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. ചിലപ്പം അവരും ഓക്കെ, അവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം നല്ല ഗ്രാഫിക് എലമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്താണ് വലിയ ഫോണൊക്കെ വെച്ചിട്ട് നല്ല ഫോണ്, പിന്നെന്താണ്, പിന്നെ ഏതാണ്ട് കെർവ്സ്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അവർക്കും കൊള്ളാം 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 കൊള്ളാം. അപ്പം ഇത് ആൾക്കാർ നോക്കൂ, ബ്രൈറ്റ് കളറൊക്കെ വെച്ചിട്ട് ആൾക്കാർ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കും. നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വിടും. കാരണം അവർക്ക് ഈ നോക്കുമ്പോൾ എന്താണ്, ഇത് മാത്രമേ ഉള്ളൂ, കളറ് മാത്രമുണ്ട്, ടെക്സ്റ്റൊക്കെ വളരെ കുറവ്, ലോഗോസ് ഇത് ഏത് ഷോപ്പാണെന്ന് അറിയത്തില്ല, ലോഗോ ഒക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതും ഒരു ഫെയിലിയറാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഡിസൈൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കാണുമ്പോൾ കിട്ടുന്ന ഫീലല്ല ഒരു നല്ല ഡിസൈൻ. അത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലാണ് നല്ല ഡിസൈൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു മൗസ് അല്ലെങ്കിൽ ഒരു കീബോർഡ് എടുത്തിട്ട് നമുക്കത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസൈൻ ഫെയിലിയറാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് അതിപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ കീബോർഡ് നോക്കുമ്പോൾ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഡിസൈനാണ്. കാരണം നല്ലൊരു സ്മൂത്ത് ഉണ്ട്, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു നല്ല ഡിസൈനാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് നല്ല ഡിസൈനും ബാഡ് ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഈസി ആയിട്ട് യൂസറിനെ മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യം നല്ല ഡിസൈനാണ്, അല്ലാത്തത് ഫെയിലിയറാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഡിസൈൻ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടൊരു കാര്യമല്ല, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, ഡിസൈൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് രണ്ടാമതൊരാൾക്കും കൂടെ, അതായത് ഒരു 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 ഗ്രൂപ്പിനെയാണ്, അതായത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എല്ലാവർക്കും യൂസ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്, മൂന്നാമതായിട്ടിപ്പം മനസ്സിലാക്കുന്ന കാര്യം, ഒരു നല്ല ഡിസൈനും ഒരു ചീത്ത ഡിസൈനും ഞാൻ പറയുന്നില്ല. ഒരു നല്ല ഡിസൈൻ എന്ന് പറയുന്നത്, അതായത് ആൾക്കാരെ അത് കാണുന്ന ഒരു ഫീലല്ല, അതായത് കാണുന്ന ഒരു ഡിസൈൻ അല്ല നല്ലത് എന്ന് മനസ്സിലാക്കുക. കാരണം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, കാണാൻ കൊള്ളാം, അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കൂടെ മനസ്സിലാവണം അതെന്താണ് സാധനം ഉള്ളത്, അതാണ് നല്ല ഡിസൈൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് വിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമറയെ കൂടി ഒരു വീഡിയോയുടെ ഇത്രയധികം ഞാൻ സംസാരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഡിസൈൻ കാര്യങ്ങളും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.